ഹലോ. അപ്പോൾ നമ്മളുടെ മോർണിംഗിലൊരു വീഡിയോ കുറ്റിപ്പയറിൻ്റെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേ ഇങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കായകളൊക്കെ വന്നിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൂത്ത് കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഇടയിലേക്ക് ഒരു തുമ്പിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. മുൻപ് നമ്മൾ ഒരു കുറ്റിപ്പയർ ഇങ്ങനെ, ഇത് റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പയറാട്ടോ. അത് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കറി വയ്ക്കാൻ വേണ്ടി മേടിച്ചതിൽ നിന്നാണ് ഞാൻ ഇത്തവണ നട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നല്ല ഇനം കുറച്ച് വലുപ്പത്തിൽ മാറ്റി വെച്ചിട്ടാട്ടോ അത് ഞാൻ പാകിയെടുത്തത്. റിസൾട്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ വിത്ത് ഉണ്ടാക്കുന്ന സ്ഥലത്തൊന്നും വാങ്ങിയതൊന്നുമല്ല. ഈ കുറ്റിപ്പയറിൻ്റെ പ്രത്യേകത, ഇത് വേഗം മൂപ്പെത്തും. കുറച്ച് ദിവസത്തിനുള്ളിൽ മൂപ്പാവാം. അപ്പോൾ വേഗം പറിച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കിട്ടേണ്ട അവസ്ഥയിലേക്ക് കായ്ച്ചിട്ടുണ്ട് ചെറിയൊരു ഇതിൽ. പിന്നെ ഇതൊരു വള്ളിപ്പയറാണ്. വള്ളിപ്പയർ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിയതാണ്. ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. വള്ളിപ്പയർ ചെറിയ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ 2 ഇനം വിത്തുകൾ ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി മേടിച്ചിരുന്നു. ഒന്ന് ചുവന്ന കളറാണ്. ചുവന്ന കളറിൽ അധികം വള്ളിയൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അടിയിലായിട്ട് വള്ളിപ്പയറുകൾ ഇതുണ്ടോ, ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിന്ന് ഒരു വീഡിയോ എടുത്തത്. ഉണ്ടല്ലേ, നമ്മളുടെ വീടിൻ്റെ മുൻവശം മുഴുവൻ പാടങ്ങളാണ്. പിന്നെ മുറ്റം വന്നിട്ട് റോഡാണ്. മുറ്റം ഉണ്ടായിരുന്നത് ഞങ്ങൾ റോഡിന് വേണ്ടി കൊടുത്തു. പിന്നെ ചെറിയ മുളകും വഴുതനയൊക്കെ നട്ടിരുന്നു. അത് വലിയ വലിപ്പമൊന്നും വെച്ചിട്ടില്ല. നമ്മളുടെ ഒരു ഫേവറേറ്റ് ഒരു ഐറ്റം ഉണ്ട്. അതിലൊരു 2-3 കായകൾ വന്നിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് ധൃതി കൂടിയത് കൊണ്ട് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തിടണം. അറിയാലോ, തക്കാളി 1-2 കായ പിന്നെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലുണ്ട് കായകൾ. നമ്മൾ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് അതിനെ കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. എനിക്കിഷ്ടമാണ്. ഞങ്ങൾക്ക് അധികം സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. ഉള്ള സ്ഥലത്തിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് ഞാൻ നടുന്നത്. കണ്ടില്ലേ വള്ളിപ്പയർ. ക്ലിയർ കുറവാണോ എന്നൊരു സംശയമുണ്ട് വീഡിയോയ്ക്ക്. പിന്നെ ഇതിന് അങ്ങനെ നമ്മൾ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അധികം വലിപ്പം വെച്ചിട്ടില്ല. ചെറിയ വെണ്ടയ്ക്ക് കായ്ച്ചു തുടങ്ങിയിട്ട് ഹൈറ്റ് എത്തിയിട്ടില്ല കേട്ടോ. ചെടിക്കൊന്നും ഹൈറ്റ് ഇല്ല. ഉണ്ടല്ലേ, ഇടയിൽ ഇങ്ങനെ വലിക്കാൻ പാകമായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂട്ടത്തോടു കൂടി നന്നായി വരുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അടുത്ത ആഴ്ചയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വെണ്ടയൊക്കെ വീണ് കിടക്കാൻ ഇങ്ങനെ പോകുന്നു. ഇന്ന് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു.